ഹലോ ചേട്ടാ, ഒരു വഴിയില്ല അല്ലേ? ശരിയാണ്, പക്ഷേ ഹലോ ഹലോ ആ പരിപാടിയും പോയി. ഇതും കൂട്ടി 5ാമത്തെ പരിപാടി ക്യാൻസൽ ആവണം. ആരും മനഃപൂർവ്വം അല്ലല്ലോ. ഹലോ 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 അടവ് മുടങ്ങിയിട്ട് 2 മാസമായല്ലോ, ഇനി ആയില്ലേ? വയനാട് ദുരന്തം കാരണം സർക്കാർ ഓണാഘോഷ പരിപാടിയൊക്കെ ഒഴിവാക്കി ചേട്ടാ. പരിപാടിയൊക്കെ വളരെ കുറവാ. 2 ആഴ്ച കൂടി നോക്കും, അല്ലെങ്കിൽ നീ ഒപ്പിട്ടുന്ന ചെക്ക് ഉണ്ട്, അത് മറക്കണ്ട. വീട്ടിലെ കാര്യം ഓർക്കുമ്പോഴാ ഓണത്തിന് പുതിയ ഉടുപ്പ് വേണമെന്ന് മോൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. വീട്ടുവാടകയും ചിലവൊക്കെ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. നമ്മളൊന്നും ഒരിക്കലും ഗുണം പിടിക്കില്ല പ്രസാദ്. കോവിഡിൻ്റെ അത്ര പ്രശ്നമില്ലെങ്കിലും പ്രശ്നമാണല്ലേ. ഒരു സീസണൊക്കെ പോവാന്ന് വെച്ചാ പ്രസാദേ, നമ്മളെപ്പോലുള്ള ചെറുകിട കലാകാരന്മാർക്ക് ഈ പ്രശ്നമുള്ളൂ. ഉത്സവവും ആഘോഷവും മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഇമാതിരിയുള്ള പണികൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടും. അതെ അതെ എന്താ എന്ത് പറ്റി? അല്ല, എൻ്റെ കൂടെ ഒരാൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. അല്ല, നിങ്ങളാരാ? അത് ശരി, ഇപ്പം അങ്ങനായോ? പുതിയ കമ്മിറ്റി പ്രസിഡന്റാണോ? പ്രകാശേട്ടനല്ലേ? നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? പക്ഷെ കേട്ട് കാണും അല്ലേ? ചേട്ടൻ, എനിക്ക് പെട്ടെന്ന് പിടികിട്ടില്ല. ചേട്ടൻ ദുബായിലോ മറ്റോ ആയിരുന്നില്ലേ? ആ, ഞാൻ പുറത്തായിരുന്നു, പക്ഷെ ഇടയ്ക്കൊക്കെ നാട്ടിൽ വരും. അല്ല, നീ എന്താ അവിടെ കിടന്നുറങ്ങുന്നത്? നിനക്ക് പരിപാടിയൊന്നുമില്ലേ? പിന്നെ എന്ത് ചെയ്യാനാ ചേട്ടാ, പരിപാടിയൊക്കെ ക്യാൻസലാക്കി. ഓ, വയനാടിൻ്റെ പ്രശ്നം അല്ലേ? ഇവിടെ മാത്രമൊന്നുമല്ല, എല്ലായിടത്തും ഇതന്നെ അവസ്ഥ. കുറേ പരിപാടികൾ ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാം ശരിയാണ് ചേട്ടാ, നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ ഇതൊന്നും. പരിപാടി നടത്താൻ വെച്ചിരുന്ന പൈസ എല്ലാവരും അങ്ങോട്ട് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. നാടിനൊരു ദുരന്തം വരുമ്പോൾ നമ്മളെല്ലാവരും അല്ലേ സഹകരിക്കേണ്ടത്? അയ്യോ പ്രകാശ് ചേട്ടാ, അങ്ങനെയല്ല. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. പരിപാടികൾ കിട്ടിയാലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരിയാണ്. ശരി, നീ വാ. നിന്നോട് ആദ്യമേ പറയണമെന്ന് വെച്ചതാ, പക്ഷെ ഇത്രയും കേട്ടിട്ട് ഇനിയും പറയാതിരുന്നാൽ ശരിയാവില്ല. എന്ത് പറയുക ചേട്ടാ? അല്ല, ഞാനാണല്ലോ ഇപ്പോൾ കമ്മിറ്റി പ്രസിഡന്റ്. ഞങ്ങൾ ചെറിയ രീതിയിൽ ഓണാഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചേട്ടാ, അപ്പോൾ അത് പ്രശ്നമാവില്ലേ? എടാ, പോലീസ് പെർമിഷൻ എടുത്തിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, പിന്നെന്താ പേടി? നീ പറഞ്ഞ പോലെ നിന്റെ വല്ലതും കിട്ടിയാലേ നിനക്കും കൊടുക്കാൻ പറ്റൂ. പ്രേഷേട്ടാ, ഒരു മിനിറ്റ്, ഞാൻ പ്രസാദിനൊന്ന് വിളിക്കട്ടെ. പ്രസാദേ, എടാ പരിപാടി ഉണ്ടടാ. എടാ നീ എന്തായാലും വരണം കേട്ടാ. എല്ലാവരും വരണം, നമുക്ക് എല്ലാവർക്കും പരിപാടി ഉണ്ട്. ഇത്തവണ നമുക്ക് ഓണം അടിച്ച് പൊളിക്കടാ.
പ്രകാശേട്ടാ 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 ഏയ് പ്രകാശേട്ടാ പ്രകാശേട്ടാ ഏയ് ഏയ് ഏ സ്വപ്നമായിരുന്ന ഡാ ഡാ പ്രസാദേ വാ പോവാ വാ ഇത് നമ്മുടെ കമ്മിറ്റിക്കാരല്ലേ? കമ്മിറ്റിക്കാരല്ലേ, പവർ ഗ്രൂപ്പ് ഒന്നും അല്ലല്ലോ. എന്തേ? എന്താണാവോ? അല്ല, ഓണമൊക്കെ അല്ലേ, നിങ്ങളുടെ ഒരു പരിപാടി വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അതും കൂടെ ക്യാൻസൽ ആക്കാനായിരിക്കും. ഒരു മെസ്സേജ് ഇട്ടാ പോരെ ചേട്ടാ. ഏയ് അത് ക്യാൻസൽ ചെയ്യില്ല പറയാൻ വന്നാണേ. ചേട്ടാ അത്രയ്ക്ക് വലിയ ആർഭാടായിട്ടൊന്നല്ല, ഒരു ചെറിയ രീതിക്ക് നടത്താന്ന് വെച്ചു. ചെയ്യാൻ ചേട്ടാ, നമുക്ക് എന്തായാലും ചെയ്യാം. അഡ്വാൻസ് വല്ലതും? ഏയ് അത് നമ്മുടെ പുതിയ പ്രസിഡന്റ് പ്രകാശേട്ടൻ വന്നിട്ടുണ്ട്, ആള് തരും. പ്രകാശനോ? നമ്മുടെ പ്രകാശേട്ടൻ. പ്രകാശൻ എവിടെ? ആ കയറി വരും. നമ്മുടെ ഓണത്തിന് ഇവരുടെ പരിപാടിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതെ, ഇതാണ് പ്രകാശേട്ടൻ. ഇതാരാ? പ്രകാശേട്ടൻ ഇതൊന്നുമല്ല. എന്താണ്? ഞാൻ പ്രകാശനല്ല പറയുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? പോ, അല്ലേ? പോ, അല്ലേ? ഞാൻ എടാ, ആ അതാണ്, നിനക്ക് ആളെ അറിയില്ലല്ലോ. ഈ ഉറക്കപ്പിച്ചിലാണ്. അഡ്വാൻസ് കൊടുക്കാമല്ലേ? അങ്ങോട്ട് കൊടുത്തേക്കാ. അപ്പൊ പരിപാടി ഗംഭീരമാണോ? ആയിക്കോട്ടെ. നീ ഇങ്ങോട്ട് വന്നേ. അപ്പളേ ഇതല്ല. നമുക്ക് അടുത്ത നോക്കാം. നീ ഇങ്ങോട്ട് വന്നേ. ആന. അമ്പാരി. നീ ഇങ്ങോട്ട് വന്നേ. നീ എന്തൊക്കെയാ അവിടെ പറഞ്ഞു? നിനക്കെന്താ വട്ടാണ്? ഇടയ്ക്ക് അതല്ലെന്ന്. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? പ്രകാശേട്ടൻ ഞാൻ പുറത്തായിരുന്നു, പക്ഷെ ഇടയ്ക്കൊക്കെ നാട്ടിൽ വരും. എല്ലാം ശരിയാവൂടാ. എല്ലാം ശരിയാവുമെന്ന് പറയാൻ നിങ്ങളാണോ സർക്കാർ? ഈ നാട് എൻ്റെയും കൂടെ അല്ലടാ. പ്രസാദേ, പ്രകാശേട്ടൻ അതോ? അവിടെ എന്ത്? അവിടെ ഒന്നുമില്ല. നിനക്ക് വട്ടാണ്, നിനക്ക് തോന്നുന്നതാണ്. നിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, പോടാ. പ്രകാശേട്ടാ, പ്രകാശേട്ടാ. തൻ്റെ പ്രശ്നങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് പുതിയൊരു വഴി കാണിക്കാൻ സ്വപ്നത്തിൽ വന്നത് പ്രകാശേട്ടനല്ല എന്ന് രാജേഷിന് മനസ്സിലായി. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ മറക്കാനും ഒത്തുകൂടാനും ഒരു ഓണം മതി. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു വിളിച്ചേ. ആർപ്പോ